കോട്ടയം പട്ടണത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ് കോട്ടയം വലിയ പള്ളി. കോട്ടയം വലിയ പള്ളിയുടെ 475ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. സമസ്തായ നസ്രാണികൾക്കായി 1550 തെക്കുംകൂറിലെ അന്നത്തെ രാജാവായിട്ടുള്ള ആദിച്ചവർമ്മനും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഇരവി മണികണ്ഠനും കൂടി കരമൊഴിവായി നൽകിയ സ്ഥലത്താണ് പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പള്ളി സ്ഥാപിച്ച് 29 വർഷങ്ങൾക്ക് ശേഷം വടക്കും ഭാഗക്കാർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പട്ടണത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങൾ, താഴത്തങ്ങാടി, വലിയങ്ങാടി, പുത്തനങ്ങാടി എന്ന് പറയുന്ന പഴയ കോട്ടയം പട്ടണത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ ചരിത്രവുമായി പള്ളിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. 1547 ശേഷം കടുത്തുരുത്തിയിൽ നിന്ന് കുടിയേറിയ ജ്ഞാനായ ക്രൈസ്തവരുടെ ചരിത്രമാണ് പ്രധാനമായും പള്ളിയുമായി ബന്ധപ്പെട്ടത്. അവരുടെ കുടിയേറ്റത്തെ തുടർന്നുണ്ടായ വലിയങ്ങാടി എന്ന് പറയുന്ന ഒരു വ്യാപാര കേന്ദ്രം ഈ പള്ളിയുടെ ചുറ്റുവട്ടത്താണ്. ഈ പള്ളി 1570 ആദ്യത്തെ പള്ളി പൊളിച്ചു മാറ്റി പുതുതായി ബറാക്ക് സ്റ്റൈലിൽ പണി കഴിപ്പിച്ചു. അത് പണിത് അന്തോണി മേസ്ത്രി എന്ന് പറഞ്ഞ കൊച്ചിയിൽ നിന്നുള്ള ഒരു പോർച്ചുഗീസ് വാസ്തുവിദ്യ വിശാരദനാണ്. 1570 ഈ പള്ളി ഉദാശ ചെയ്തത് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ മതാധ്യക്ഷനായിരുന്ന മാർ അബ്രഹാം, ബാബിലോണിയിൽ നിന്ന് വന്ന മാർ അബ്രഹാമാണ് ഈ പള്ളി പുതുക്കി പണിത് ഉദാശ ചെയ്തത്. ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം, കോട്ടയം പട്ടണത്തിൽ ഏറ്റവും പഴക്കം ചെന്ന 2 പുരാവസ്തുക്കൾ ഈ പള്ളിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പള്ളിയുടെ ഏറ്റവും വലിയ ചരിത്രപരമായി ഈ ചരിത്രകാരന്മാരെയും എപ്പിഗ്രാഫിസ്റ്റുകളെയും എല്ലാം ആകർഷിക്കുന്ന ഒരു വിഷയം. കോട്ടയം വലിയ പള്ളിയിലെ 2 കുരിശുകൾ, കോട്ടയം ക്രോസ് എന്ന് വിഖ്യാതമായ 2 കുരിശുകൾ സസാനിയൻ ഭരണകാലത്തെ, പേർഷ്യയിലെ സസാനിയൻ ഭരണകാലത്തെ ഭരണഭാഷയായിരുന്ന, എന്നാൽ ഇപ്പോൾ മൃതഭാഷയായിരിക്കുന്ന പാലവി എന്ന് പറയുന്ന ലിപി, ഈ ലിപിയിലുള്ള എഴുത്ത് ഈ 2 കുരിശുകളിലുമുണ്ട്. 2 കാലഘട്ടങ്ങളിലെ 2 കുരിശുകൾ. അതിൽ പുതിയ കുരിശിൽ, രണ്ടാമത് വന്ന കുരിശിൽ എസ്ത്രങ്ങേലി സിറിയക് എന്ന് പറയുന്ന ഭാഷയിലുള്ള എഴുത്തും കൂടി ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഈ 2 കുരിശുകളും കേരളത്തിലെ ക്രൈസ്തവ ചരിത്രം പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടറും സ്ഥാപനവുമായിട്ടുള്ള ഡോക്ടർ ബർണൽ വിങ്കുവർത്ത് തുടങ്ങി നിരവധി ചരിത്രകാരന്മാരും വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും ഇത് ഈ ലിപിയെപ്പറ്റി പഠിക്കാൻ ഇവിടെ വരിക, സന്ദർശിക്കുകയും അവരുടെ പഠനങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ച് ലോകത്താകമാനം ഉണ്ടായിട്ടുണ്ട്. അത് കാണുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ കോട്ടയം നാട്ടുകൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾഡ് കോട്ടയം ഹെറിറ്റേജ് വോക്കിൻ്റെ ഭാഗമായി ചെറിയ ഈ വലിയ പള്ളി സന്ദർശിക്കുമ്പം ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഈ പള്ളിയുടെ ചരിത്രവും സംസ്കാരവും ഈ കുരിശുകളുടെ പ്രാധാന്യവുമാണ്. അപ്പോൾ അത്തരത്തിൽ കോട്ടയം പട്ടണത്തിൽ സൂക്ഷിക്കപ്പെട്ട് ഏറ്റവും പഴക്കം ചെന്ന ചരിത്ര അവശേഷിപ്പ് എന്നുള്ള നിലയിൽ ഈ 2 കുരിശുകളും പള്ളിയെ മഹത്വവൽക്കരിക്കുന്നു. ഈ പള്ളിക്ക് ഈ 4.25 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ കോട്ടയം നാട്ടുകൂട്ടത്തിൻ്റെയും കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെയും ആശംസകൾ നേരുന്നു. നന്ദി.